ഹായ് ഫ്രണ്ട്സ്, നല്ല ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഈ മീനാണ് നമ്മൾ ഇന്ന് ഇവിടെ കറിയാക്കാൻ പോകുന്നത്. ഈ മീനിനെ ഇവിടെയൊക്കെ സീഡിമുള്ളൻ എന്നാ പറയാ. നിങ്ങൾ എന്താ പറയാന്ന് കമന്റ് ചെയ്യാട്ടോ. ആദ്യം നമുക്കിതിനെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാം. ചിറകൊക്കെ കട്ട് ചെയ്ത്, പിന്നെ ഈ വൈറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നന്നായി ഇങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അത് ഫുള്ള് പോവും ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ. ഇങ്ങനെ നന്നായി വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പീസുകളാക്കി ഇതിനെ മാറ്റിവെക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ പുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ പച്ചപ്പുളിയാണ് ഉപയോഗിക്കാറ് കേട്ടോ. തേങ്ങക്കറിക്കൊക്കെ എനിക്ക് പച്ചപ്പുളി ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറ്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഇട്ട് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കാം. തേങ്ങ ഒഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും പിന്നെ പുളിയും എല്ലാം അതിലേക്ക് എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പം ഞാൻ കുറച്ചേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതായത് പുളി വെന്തതിന് ശേഷം അത് ഉടച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് അതിനെ തിളക്കാൻ വെക്കാം. ഇപ്പോൾ ഇതാ പുളി നന്നായി വെന്തിട്ടുണ്ട്. ആ പുളീനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞൊഴിക്കണം. ഇതുപോലെ കേട്ടോ, ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീനിട്ടതിന് ശേഷം കുറച്ചുകൂടി തിളച്ചിട്ട്, മീനിട്ടതിന് ശേഷം കയ്യിലിട്ട് ഇളക്കരുത്. 2 സൈഡും പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് വെക്കാൻ പറ്റും നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.